ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കഴിഞ്ഞ 20 ദിവസമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടിണി നാടകം അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. നീറ്റ് പരീക്ഷാ വിഷയമൊക്കെ കാണിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വകയായിട്ട് സോനം വാങ്ചുക് എന്നൊരു കോലം അവിടെ കിടപ്പുണ്ട്. ഇത്രയും ദിവസമായിട്ടും ഒരു പട്ടിക്കുഞ്ഞു പോലും ഇയാളെ മൈൻഡ് ചെയ്തിട്ടില്ല. എന്നാൽ ഈ കിടപ്പ് വെറുതെ അവസാനിപ്പിക്കാൻ ഇയാൾക്ക് ഒരു ചമ്മൽ. അതുകൊണ്ട് നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് ഒരു നിബന്ധന ഇട്ടിരിക്കുകയാണ് കക്ഷി. ജൂലൈ 20 നടക്കുന്ന പാർലമെന്റ് മാർച്ച് നിങ്ങളൊന്ന് മനസ്സ് വെച്ച് വൻ വിജയമാക്കിയാൽ അയാൾ ഉപവാസം അവസാനിപ്പിച്ചോളാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ജീവൻ പോയാലും പിന്നോട്ടില്ല എന്ന് ഡയലോഗ് അടിച്ചയാള് ഇപ്പോ ആളൊന്ന് കൂടിയാൽ ഞാൻ എഴുന്നേറ്റോളാം എന്ന് പറയുന്നതിലെ ഗതികേടാണ് ശരിക്കും ചിരിപ്പിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ആള് കൂടുന്നില്ല. അതാണ് വാങ്ചുക്കിന്റെയും CJPയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ പ്രശ്നം. മന്ത്രിയെ രാജിവെപ്പിക്കാൻ വേണ്ടി നിരാഹാരം കിടന്നവർ ഇപ്പൊ പറയുകയാണ് ആള് കൂടിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവുമെന്ന്. ഉളുപ്പുണ്ടെങ്കിൽ എഴിച്ചു പോടോ വാങ്ചുക്കിന്റെ മോനെ എന്ന് മാത്രമേ പറയാനുള്ളൂ. 19 ദിവസം കൊണ്ട് തന്റെ ശരീരഭാരം 9 കിലോ കുറഞ്ഞെന്നും ആരോഗ്യം വല്ലാതെ പോയെന്നും കാണിച്ച് വാങ്ചുക്ക് കഴിഞ്ഞ ദിവസം ഒരു സെന്റിമെന്റൽ വീഡിയോ ഒക്കെ പുറത്തുവിട്ടിരുന്നു. മെഡിക്കൽ പരിശോധനയിൽ ആൾക്ക് നല്ല ക്ഷീണമുണ്ടെങ്കിലും അടുത്ത 3-4 ദിവസത്തേക്ക് ജീവൻ പോകില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേപ്പർ ചോർച്ചയെ തുടർന്ന് മരിച്ച 20 വിദ്യാർത്ഥികളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ തന്റെ ആരോഗ്യം എന്നൊക്കെയാണ് പുള്ളിയുടെ തള്ള്. വീഡിയോയിൽ വന്ന് ജനങ്ങളോട് യാചിക്കുകയാണ്, അമ്മമാരൊക്കെ ഈ മാർച്ചിലേക്ക് വരണേ, നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു മിസ്ഡ് കോളെങ്കിലും അടിക്കണേ എന്നൊക്കെയാണ് കരച്ചിൽ. എന്നാൽ ഈ മാർച്ച് വിജയിച്ചു എന്ന് തീരുമാനിക്കുന്നത് എത്ര പേർ വന്നാലാണ്, എന്ത് സംഭവിച്ചാലാണ് എന്നൊന്നും ഇയാൾ വ്യക്തമാക്കുന്നില്ല. കാരണം പട്ടിണി കിടന്ന് മരിക്കാൻ ഇയാൾക്ക് വയ്യ. മാർച്ച് വിജയിച്ചാൽ തനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുമെന്നും അപ്പോൾ ഉപവാസം അവസാനിപ്പിക്കാമെന്നും ഒക്കെയാണ് വാങ്ചുക്ക് പറയുന്നത്. അതായത് സമരം നിർത്താൻ അയാൾക്ക് തന്നെ വല്ലാത്ത കൊതിയുണ്ട്. അതിൽ നിന്ന് സ്വന്തം മുഖം രക്ഷിച്ച് ഊരിപ്പോരാൻ ഒരു വഴി, അത് മാത്രമാണ് ഈ പാർലമെന്റ് മാർച്ച്. സത്യത്തിൽ ഈ വിദ്യാർത്ഥികളുടെ ഭാവിയോ നീറ്റ് പരീക്ഷയോ ഒന്നുമല്ല ഈ പട്ടിണി കിടപ്പിന്റെ യഥാർത്ഥ ചൊറിച്ചിൽ. രാജ്യത്തെ വിദേശ ഫണ്ടിംഗ് നിയമമായിട്ടുള്ള FCRA കേന്ദ്ര സർക്കാർ കർശനമാക്കിയപ്പോൾ നല്ല ഉഗ്രൻ പണി കിട്ടിയതിന്റെ കരച്ചിലാണത്. അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഉൾപ്പെടെ വാങ്ചുക്കിന്റെ സെക്മോൾ എന്ന സംഘടനയ്ക്ക് വന്നിരുന്ന വൻ ഫണ്ടിന്റെ കണക്ക് ചോദിച്ചപ്പോൾ ഇയാൾക്ക് ഉത്തരമില്ലായിരുന്നു. കണക്കില്ലെന്ന് കണ്ടപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അങ്ങ് FCRA ലൈസൻസ് റദ്ദാക്കി. അപ്പോഴാണ് ചുക്കിന് ശരിക്കും പൊള്ളിയത്. കുറച്ചു നാൾ മുൻപ് ലഡാക്കിൽ ഒരു ജനകീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് പിടിയിലായ ആളാണ് ഈ വാങ്ചുക്ക്. ഇത്രയും ദിവസമായിട്ടും ഈ രാജ്യത്തെ ഒരു ജനവിഭാഗവും ഈ സമരത്തെ മൈൻഡ് ചെയ്യാത്തതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണം അത് തന്നെയാണ്. സ്വന്തം രാജ്യത്തിന് നേരെ ചൈനീസ് ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ ചൈനയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കും എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞ ആളാണ് ഈ വാങ്ചുക്ക്. ചൈനയ്ക്ക് കയറി വരാൻ അയാളുടെ തന്തയുടെ വകയാണല്ലോ അതിർത്തി. ഈ പറഞ്ഞ ഇയാൾ പുറത്തിറങ്ങി നടക്കുന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് മാത്രമാണ്. കോൺഗ്രസോ തൃണമൂലോ ഉൾപ്പെടെയുള്ള പ്രധാന പ്രതിപക്ഷ പാർട്ടികളൊന്നും ഈ സമരപന്തലിന്റെ 7 ഇല്ലത്തുകൂടെ പോയിട്ടില്ല. ആകെ അവിടേക്ക് പോകുന്നത് സഖാവ് MA ബേബിയും AA റഹീമും പോലുള്ളവരും പിന്നെ വട്ടപ്പൊട്ടിട്ട ഒരു അമ്മച്ചിയും JNUവിലെ ചില SFI പിള്ളേരും മാത്രമാണ്. സ്വന്തമായി ജനപിന്തുണയില്ലാത്തത് കൊണ്ട് പാറ്റയെങ്കിൽ പാറ്റ, പഴുതാരെങ്കിൽ പഴുതാര എന്ന് കരുതി വരുന്നവന്റെയും പോകുന്നവന്റെയൊക്കെ കാല് പിടിക്കാനും കെട്ടിപ്പിടിച്ചു കരയാനും നിൽക്കുന്ന അങ്ങേയറ്റത്തെ ഗതികേടിലാണ് ഈ മനുഷ്യൻ. ഇനി ഇയാൾക്ക് കിട്ടിയ മാക്സസെ അവാർഡിനെ പറ്റി ചിലരുടെ വലിയ തള്ളലുണ്ട്. പ്രത്യേകിച്ച് കമ്മികളാണ് ഇത് വലിയ രീതിയിൽ തള്ളിമറിക്കുന്നത്. ഒരു രാജ്യത്തിനുള്ളിൽ കലാപം നടത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്കെടുക്കുന്ന ഏജന്റുമാർക്ക് അവർ വലിയ ലോകോത്തര സംഭവമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ന്യൂയോർക്കിൽ നിന്നൊക്കെ കൊടുക്കുന്ന വെറും ഉടായ്പ് തകിടാണ് ഇത്തരം അവാർഡുകൾ. ഈ അവാർഡ് കിട്ടിയത് കൊണ്ട് മാത്രം ആരും ഒറ്റയടിക്ക് ജനാധിപത്യവാദി ഒന്നും ആകുന്നില്ല. യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് 5 വർഷം കൂടുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നതാണ്. അല്ലാതെ ഞാൻ പട്ടിണി കിടന്നാൽ മന്ത്രി രാജിവെക്കണമെന്ന് വാശി പിടിക്കുന്നതല്ല ജനാധിപത്യം. അങ്ങനെയാണെങ്കിൽ മോദി മാറിയിട്ട് എന്നെ പ്രധാനമന്ത്രിയാക്കൂ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് പോയി പട്ടിണി കിടക്കാമല്ലോ. അതായിരുന്നല്ലോ ഏറ്റവും എളുപ്പം. വിദേശ ഫണ്ട് നിലച്ചപ്പോൾ സമരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട മറ്റൊരു വെറും ആന്തോളൻ ജീവി മാത്രമാണ് ഈ വാങ്ചുക്ക് എന്ന മനുഷ്യൻ. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം കൊണ്ടുവരാൻ സമരം ചെയ്യാം, പ്രക്ഷോഭം നടത്താം. അല്ലാതെ ഒരാൾ അവിടെ കിടന്ന് പട്ടിണി കിടന്നാൽ വഴങ്ങി കൊടുക്കാൻ മാത്രം ഗതികെട്ടതല്ല ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം. അയാൾ പട്ടിണി കിടന്നാലും ഇല്ലെങ്കിലും 5 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ കൃത്യമായി ഇലക്ഷൻ നടക്കും. ജൂലൈ 20 ഈ പാർലമെന്റ് മാർച്ച് അയാൾക്ക് പട്ടിണി സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത വെറും ഒരു സേഫ് എക്സിറ്റ് നാടകം മാത്രമാണ്. വിദേശ ഫണ്ടിന്റെ ബലത്തിൽ ഇവിടെ കിടന്ന് ചലിക്കുന്ന പാർട്ടികളുടെ ഈ അവസാന നമ്പറുകളും ഇന്ത്യയിൽ വില പോകാൻ പോകുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.